ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് വ്ളോഗാണ്. മീൻ കൊണ്ടുള്ള രണ്ട് റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. മത്തി നെല്ലിക്ക അരച്ച് വെച്ചത്, അതുപോലെ നത്തോലി കൊണ്ടൊരു കറി. പിന്നെ നമുക്ക് ഇന്നുള്ളത് ചെമ്പല്ലി ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നെല്ലിക്ക അരച്ച് മത്തി വറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 നെല്ലിക്ക കുരുവൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടി. 2 കഷ്ണം ഇഞ്ചി ഉണ്ട്, അതുപോലെ 4-5 അല്ലി വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ചുവന്നുള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട്, പിന്നെ കറിവേപ്പില. ചുവന്നുള്ളി പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ 2 പച്ചമുളക്, എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകം പൊടിച്ചത്, പാകത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ഒരു 1/2 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ, പേരിന് മാത്രം മതി. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ചേരുവകൾ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തു. നമുക്ക് മീൻ വറ്റിച്ചതാണ്, അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട. അതിനുശേഷം നമ്മൾ മത്തിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. നമുക്ക് ഒരുപാട് വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഉണ്ടാവുക. അടച്ച് വെച്ച് വേവിക്കുക. അത് തുറക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ അതിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം അങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് പതുക്കെ ഇട്ട് കൊടുക്കുക. മീൻ പെട്ടെന്ന് തന്നെ എല്ലൊക്കെ മുള്ളൊക്കെ ഇതായി പോരും, അപ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അടച്ച് വെച്ച് വേവിച്ചു. ഇതാ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുക മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. നമ്മൾ അവിയലിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ. വേറെ ഇനി ഒന്നും ചെയ്യാനില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മീൻ റെസിപ്പിയാണ്. ഇനി എടുത്തത് നത്തോലി കറിയാണ്. ചട്ടി വെച്ചിട്ടുണ്ട്. 2 കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തു. അതുപോലെ അതിലേക്ക് ചെറിയൊരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, 2 പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ചുവന്നുള്ളി ചതച്ചത്, എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ തന്നെ നിറയെ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് തേങ്ങ മിക്സിയിലൊന്ന് അരച്ചിട്ട് അതിൻ്റെ പാല് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് തേങ്ങ അരച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കുറച്ച് മാത്രം മതി. 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നുമില്ല. ഒരൊറ്റ തവണയായിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കുകയാണ്. കുറച്ച് സമയം ഒന്ന് വെന്തോട്ടെ, തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്നോട്ടെ. അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ, അതുപോലെ കുടംപുളിയുടെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരണം. നന്നായിട്ടൊന്നൊരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏത് മീനും ഇങ്ങനെ ചെയ്യാം കേട്ടോ, പക്ഷേ നത്തോലിയാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഈസിയാണല്ലോ ഈ കറി ഉണ്ടാക്കാൻ, വഴറ്റാനൊന്നും നിൽക്കണ്ട. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചുറ്റിച്ച് കൊടുക്കുക. ഇളക്കൊന്നും ചെയ്യണ്ട. വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ കിടന്നോട്ടെ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിക്കായിട്ടങ്ങ് വരും ചെയ്യും, മീനൊക്കെ വേവും ചെയ്യും. ഇപ്പോൾ ഇതാ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് വറവിട്ടെടുക്കുകയാണ്. ചുവന്നുള്ളി അരിഞ്ഞിട്ടാണ് ഞാൻ വറവിട്ടെടുക്കുന്നത്. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ഇട്ടു. വേണമെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി ഇടുന്നതിന് മുമ്പ് ഉലുവ ഒന്ന് പൊട്ടിക്കാം ഇഷ്ടമുള്ളവർക്ക്. ഏറ്റവും ലാസ്റ്റ് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണയിലേക്ക്. കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉലുവപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ, കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ വറവിട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ 2 റെസിപ്പീസും നമ്മുടെ സദ്യ വിളമ്പിക്കഴിഞ്ഞു. ഒരു മിനി സമുദ്ര സദ്യ എന്നൊക്കെ പറയുന്ന രീതിയിൽ. എല്ലാം മീൻ കൊണ്ടാണ്. കറിവേപ്പില അച്ചാറാണ് കേട്ടോ നേരത്തെ കാണിച്ചത്. കറിവേപ്പില അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ചെമ്പല്ലി പൊരിച്ചത്, നത്തോലി കറി, നെല്ലിക്ക അരച്ച് മത്തി വറ്റിച്ചത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.